നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് വളരെയധികം നിർണായക ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ലൈംഗികാരോപണം നേരിട്ട നടന്മാർ അമ്മയിൽ നിന്നും തന്നെ കൂട്ടരാജിവെച്ച് പിന്നാലെ പോവേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോഴിത് എത്തി നിൽക്കുന്നത് ജയസൂര്യയുടെയും നിവിൻ പോളിയുടെയും കേസുകളിലൂടെയാണ് എത്തി നിൽക്കുന്നത്. എന്നാൽ നിവിൻ പോളി തന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് പല തെളിവുകളുമായിട്ട് വിനീത് ശ്രീനിവാസന് ഉൾപ്പെടെ രംഗത്തെത്തിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമാ രംഗത്തെ പല പ്രമുഖ താരങ്ങളും തന്നെയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ മുതിർന്ന നടന്മാർ വരെ ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തുന്നുണ്ട്. ഇതിനിടെ മലയാള സിനിമയിൽ താൻ കണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് ലളിതമായി നയൻതാര മുൻപൊരിക്കൽ തന്നെ പ്രതികരിച്ചിരുന്നു. നയൻതാര മാത്രമല്ല, മുമ്പൊരിക്കൽ കാവ്യ മാധവനും ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. നടിമാർ അന്ന് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ നിറയുന്നതും. ഒരു തമിഴ് മാധ്യമത്തോടായിരുന്നു നയൻതാര പ്രതികരിച്ചത്. ബോംബെയിൽ നിന്നും വരുന്ന നായകന്മാരാണെങ്കിൽ അവർക്ക് ബഹുമാനം നൽകും, എന്നാൽ സ്വന്തം നാട്ടിലെ കുട്ടിയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കും. അതൊരു തെറ്റായല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലെ പെണ്ണല്ലേ, എന്തിന് കൃത്യമായി ബഹുമാനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എങ്കിൽ പോലും ആർട്ടിസ്റ്റാണ്. അത് മലയാള സിനിമാ രംഗം ശ്രദ്ധിക്കണം. തമിഴ് സിനിമാ രംഗത്തെക്കുറിച്ച് തനിക്ക് പരാതികളൊന്നും ഇല്ല, സ്വന്തം വീട് പോലെയാണ് എന്നായിരുന്നു നയൻതാര പ്രതികരിച്ചത്. 2003 മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെയാണ് നയൻതാര വെള്ളിത്തിരയിലെത്തിയത്. തമിഴിൽ എത്തിയതോടെയാണ് നയൻതാര സൂപ്പർ നായികയായി മാറിയത്. അതേസമയം മലയാളത്തിലെ നായകന്മാർക്ക് തുല്യ പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന പരാതിയുമായിരുന്നു കാവ്യ അന്ന് ഉന്നയിച്ചത്. അന്യഭാഷയിൽ നിന്നും മലയാളത്തിൽ വന്ന് അഭിനയിക്കുന്ന നടിമാർക്ക് കൃത്യമായ പ്രതിഫലമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കിട്ടാറില്ല. പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. അവർ എത്ര ലക്ഷം രൂപ ചോദിച്ചാലും അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. അവരുടെ കൂടെ 5 or 6 അസിസ്റ്റന്റുമാരുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല. 5 സ്റ്റാർ ഹോട്ടലാകും താമസിക്കുക. തോന്നിയ സമയത്ത് വരികയും പോവുകയൊക്കെ ചെയ്തേക്കാം. അപ്പോഴൊക്കെ അവർക്കുള്ള വില കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നായിരുന്നു കാവ്യമാധവൻ അന്ന് പറഞ്ഞത്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇരു താരങ്ങളും ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. പലരും മുമ്പോട്ട് വന്നത് തന്നെ, പ്രതികരിക്കാൻ തയ്യാറായത് തന്നെ ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. എന്തിനേറെ പറയുന്നു, അമ്മ സംഘടനയിൽ നിന്ന് പോലും പ്രതികരണം ഉണ്ടായത് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. അന്ന് പോലും മൗനം പാലിച്ച മോഹൻലാൽ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ വളരെയധികം വിഷമത്തോടെയാണ് സംസാരിച്ചത് പോലും. മലയാള സിനിമ ഇൻഡസ്ട്രി തകരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നതെന്ന് വളരെ വികാരാധീനനായിട്ടായിരുന്നു മോഹൻലാൽ അന്ന് പറഞ്ഞത്. അതിന് പിന്നാലെ തന്നെ മമ്മൂട്ടിയും രംഗത്തെത്തിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മഞ്ജു വാര്യരും പൊതുവേദിയിൽ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് സംസാരിച്ചതും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല, ഇന്ന് മലയാള സിനിമ നേരിടുന്നത് വളരെ ചെറിയ പ്രശ്നമാണ്, അതൊക്കെ കഴിഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചത് പോലും. എന്തായാലും ഇതിന് മുമ്പോട്ട് ഇനി അങ്ങോട്ട് എന്താണ്, ഇനി പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പലരും തുടങ്ങിക്കഴിഞ്ഞു, പലരും ഇനി തുടങ്ങാൻ പോകുന്നു. ഓരോ ദിവസവും മലയാള സിനിമയെ സംബന്ധിച്ച് ഇന്ന് എന്ത് ബോംബാണ് പൊട്ടുക എന്നുള്ള ഒരു രീതിയിലാണ് ഓരോ ദിവസവും നോക്കിക്കാണുന്നത് പോലും. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.